ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജാൻമണിക്ക് പുറകെ അടുത്തതായിട്ടൊരു കുട്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളെ മനസ്സിലായി കാണല്ലോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്നുകൂടി കണ്ടിട്ട് ഓക്കെ. അപ്പൊ ഈയിടെ പുറത്തിറങ്ങിയ നമ്മുടെ വിജയുടെ സിനിമ ജനനായകന്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി പോയ മീഡിയാസിന്റെ മുമ്പിലാണ് ഈ ഒരു കുട്ടി ഈ രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞത്. അതായത് ആ സിനിമയിലുള്ളതുപോലെ ഒരു തോക്ക് അവളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോദിജിയെ, അതായത് നമ്മുടെ കേന്ദ്രമന്ത്രി മോദിജിയെ വെടിവെച്ച് കൊല്ലാമായിരുന്നു എന്നാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമ്മുടെ ജാൻമണിയുടെ പുറകെ വാല കെട്ടി തൂക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ടാണ് ഇതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഒരു പാർട്ടിയെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, പക്ഷേ നമ്മുടെ രാജ്യത്തിനെ അല്ലെങ്കിൽ നമ്മളെ സുരക്ഷിതമാക്കി വെക്കുന്ന ഒരാളെന്ന നിലയിൽ ആ മോദിജിയെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ ആ ഒരു വ്യക്തിയെ കുറിച്ച് ഇത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ആ ഒരു കമന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അത്രയ്ക്ക് റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിന് ഇന്ന ഒരു പാർട്ടിയെ പിന്തുണയ്ക്കണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം റെസ്പെക്ട് എന്ന് പറയുന്നത് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി. ഇപ്പൊ നമ്മുടെ ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മളെല്ലാവരും സേഫ് ആയിട്ട് ഇരുന്നത് ആ ഒരു വ്യക്തിയുടെ കരുതലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിന്നും നമ്മൾ ഇത്രയും സുരക്ഷിതമായിട്ട് ഇരിക്കുമ്പോഴത്തേനും ഇതുപോലെയുള്ള പ്രസ്താവനകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിടുക. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ആ ഒരു മീഡിയക്കാരെ കണ്ടപ്പോഴത്തേക്ക് ഒരു ആവേശത്തിന്റെ പുറത്തങ്ങ് ആ ഒരു എക്സ്പ്ലനേഷൻ പുള്ളിക്കാരത്തി പിന്നീട് വന്ന് പറയുന്നുണ്ട്. പക്ഷെ മീഡിയാസിനെ കാണുമ്പോൾ എങ്ങനെയാണ് ഇത്രയും ബുദ്ധിയില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്, മിനിമം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയും ഈ ഒരു രീതിയിൽ ബുദ്ധിയില്ലാത്ത രീതിയിൽ മീഡിയാസിനെ കണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിക്കത്തില്ല. ഒരു മിനിമം ക്വാളിറ്റിയും മിനിമം വിദ്യാഭ്യാസമുള്ള വ്യക്തി ഒരിക്കലും സംസാരിക്കില്ല. മീഡിയ കണ്ടപ്പോഴത്തേക്ക് കൈവിട്ട് പോയി. അതെ, മീഡിയ കണ്ടപ്പോൾ കൈവിട്ട് പോയി. വേറെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം? നമ്മുടെ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര ബോറായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മീഡിയയെ കണ്ട് എന്താണ് ഇങ്ങനെ അന്തം വിട്ട് പറയുന്നതായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ അതിനെതിരെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് പുള്ളിക്കാരത്തി വന്നിട്ടുണ്ട്. അത് അറിയാതെ പറഞ്ഞു പോയതാണ്, ഞാൻ മീഡിയ കണ്ടപ്പോൾ പെട്ടെന്ന് പരിഭ്രമിച്ച് പറഞ്ഞു പോയതാണ്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇതിൽ ഞാൻ അറിയാതെ അത് പറഞ്ഞു പോയി. ആ ചാനലുകാർ റിവ്യൂ എടുക്കുന്നവർ നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആ ചാനലുകാരിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനും ആ ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. അതൊരിക്കലും മോദിജിയെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും രാജ്യത്തിന് ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും അല്ല. എനിക്കത് അറിയത്തില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലാവുള്ള ഞാൻ എന്താ ചെയ്തതെന്ന് എന്തോ പറഞ്ഞതെന്നോ. ഞാൻ ആത്മാർത്ഥമായിട്ട് മോദി സർക്കാരിനോടും എല്ലാവരോടും BJP-ക്കാരോടും അല്ല, എനിക്ക് പാർട്ടി ബേസ് ഒന്നും എനിക്കറിയത്തില്ല. ഞാനൊരു പാർട്ടിയിലും അല്ല. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അബദ്ധം എന്ന് പറയുമ്പോൾ ഒരു പൊട്ടത്തരം പറ്റിപ്പോയതാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയാവുകയാണ്. എനിക്ക് ആരോട് സംസാരിക്കാൻ തോന്നുന്നില്ല. എനിക്ക് ആരോട് സംസാരിക്കേണ്ടതെന്നോ പറയേണ്ടതെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ റൂമിൽ തന്നെ റൂമിൽ അടച്ചിരിക്കുക. ഞാനിപ്പോൾ 2 ദിവസമായി ഫുഡ് കഴിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളെല്ലാവരും ഇത് എന്താ എത്തിക്കേണ്ടവരിൽ എത്തിക്കാം. അത് വൈറലാക്കിയതുപോലെ തന്നെ ഇതും പറയുക. കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, ഒരിക്കലും അല്ല. ഞാൻ സത്യമായിട്ടും പറയുക, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല. അവൻ്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അറിയാതെ പറഞ്ഞതാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു മോളെ പോലെ കരുതി അല്ലെങ്കിൽ നിങ്ങളൊരു സഹോദരിയെ പോലെ കരുതിയിട്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ പറഞ്ഞതാണ്. സത്യസന്ധമായിട്ട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആൾക്ക് പിന്നീട് അതിന്റെ പ്രത്യാഘാതം എന്താണെന്നുള്ളത് മനസ്സിലായി. കരഞ്ഞു മെഴുകി ആകെപ്പാടെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ പൊട്ടത്തരം പറഞ്ഞു പോയതാണെന്നുള്ളത് ഇപ്പോഴല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എടുത്തു ചാടി സംസാരിക്കാതെ 2 തവണയെങ്കിലും ചിന്തിച്ചതിന് ശേഷം മാത്രം ഓരോരുത്തർ ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പറയാനായിട്ട് ആദ്യം പഠിക്കണം. ഇപ്പോൾ ഞാൻ പൊട്ടബുദ്ധിക്ക് പറഞ്ഞു പോയതാണ് അല്ലെങ്കിൽ എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നത്
പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഒരിടവും പോകാനായിട്ട് പോകുന്നില്ല. ഇത് എല്ലാ കാലത്തും ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഈ കുട്ടികളെല്ലാവരും ഈ വീഡിയോസ് ഒക്കെ കാണുന്നവരായിരിക്കും. നിങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു മോട്ടിവേഷനാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്? നമ്മുടെ നരേന്ദ്രമോദിയെ, അതായത് മോദി സാറിനെ, നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന മോദി സാറിനെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കുട്ടികൾ കാണുന്ന, മുതിർന്നവരുടെ കാര്യം പോട്ടെ, ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ അവർക്ക് എന്ത് തരത്തിലുള്ള മോട്ടിവേഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ, നിങ്ങൾ ഈ സ്ത്രീ കല്യാണം കഴിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ അവർക്ക് മക്കൾ ഉണ്ടാവുമല്ലോ, കല്യാണം കഴിഞ്ഞതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിലൂടെ എന്ത് മോട്ടിവേഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ അപ്പൊ ആ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്? ഇതൊക്കെ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു മീഡിയ വന്ന് നിൽക്കുന്ന സമയത്ത് അന്തം വിട്ട് നമ്മൾ അങ്ങനെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. മീഡിയയും കാര്യങ്ങളും ഒന്നും അത്ര വലിയ ഇതൊന്നും നമ്മൾ ചെന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട അവർക്ക് അടുത്തൊരു ഇതുണ്ടാക്കാനായിട്ട്. ഇതിപ്പോ നിങ്ങൾ ഈ ഒരു പ്രസ്താവന പറഞ്ഞു വെച്ചപ്പോ ഇപ്പൊ എല്ലായിടത്തും വൈറലായി, എയറിലായി. ഇപ്പം നിങ്ങൾക്ക് ഫെയിം ആകണമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഫെയിം ആയിട്ടുണ്ട്, പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണെന്ന് മാത്രം. അതാണ് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും എന്താണ് പറയുന്നത് എന്ന് ചിന്തിച്ച് വേണം സംസാരിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാള്, നമ്മുടെ ജാൻമണി ഇനിയിപ്പോ അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പുറകെ ഒരു കൂട്ടായിട്ട് ചേച്ചിക്കും കൂടി പോകാം എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ എല്ലാവരും എടുത്തു വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട് ഈ വിഷയം. ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ ഈ ഒരു വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഇപ്പൊ ഈ സംസാരിക്കണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നമ്മൾ പാർട്ടി ബേസ് ആണ് ഈ സംസാരിക്കണം എന്നുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാർട്ടിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾക്ക് ആരാണോ ഉപകാരം ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്ത് ജയിച്ചു വിടുക എന്നുള്ളൊരു കാര്യം. വോട്ട് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അവകാശമായതുകൊണ്ട് എല്ലാ പ്രാവശ്യവും വോട്ട് ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന പാർട്ടി ഏതാണോ ആ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്ത് പോകുക എന്നുള്ളത് നിലനിന്ന് പോകുന്ന ഒരു കാര്യമാണ്. അല്ലാതെ പേഴ്സണൽ ആയിട്ട് ഒരു പാർട്ടിയെ ഞങ്ങൾ ഇന്ന പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യൂ, അവരെന്ത് ചെറ്റത്തരം കാണിച്ചാലും ഇന്ന പാർട്ടിയെ പിന്തുണയ്ക്കൂ എന്നൊന്നുമില്ല. ജനനായകൻ സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്കുള്ള ഹാങ് ഓവറിലാണ് ആള് മീഡിയ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എവിടെ പറയണം എന്നുള്ള കാര്യം മറന്നുപോയി. നമ്മൾ എന്ത് പറയാം എന്നതിനേക്കാളും എന്താണ് എവിടെയാണ് പറയാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ ഈ കാര്യം ഈ കുട്ടി വിട്ടുപോയി. അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ. ഒരു സെലിബ്രിറ്റി ആവണം അല്ലെങ്കിൽ കുറച്ചൊന്ന് ഫേമസ് ആകണം എന്ന് വിചാരിച്ചിട്ട് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ അവിടെ ഇരിക്കും. ആരും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. ഒരു മനുഷ്യരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരില്ല. അതാ ഇതുപോലെ എടുത്തു വെച്ചിട്ട് സംസാരിക്കത്തേ ഉള്ളൂ. ഇപ്പോ ലിക്കൗട്ട് നോട്ടീസ് വിട്ടേക്കും പോലെയാണ് ഈ കുട്ടിയുടെ ഫോട്ടോ ഫുള്ളും ഇതായിട്ടുള്ളത്. മീഡിയയിൽ നടക്കുന്നത്. ജാനുമണിക്ക് ഒരു കൂട്ട് പോലെയാണ് ഇപ്പൊ ഈ കുട്ടി. പേരെന്തെന്നൊന്നും അറിയാൻ പാടില്ല. ഒരു കൂട്ട് പോലെയാണ് ഇപ്പൊ. കുറച്ച് ആളെന്തായാലും ഫേമസ് ആയിട്ടുണ്ട്. കുറച്ച് സോറി എന്തായാലും കിട്ടിയിട്ടുണ്ട്. ചേച്ചി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. സന്തോഷമായില്ലേ? ഓക്കെ, അപ്പൊ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.